Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും ഇട്ടിട്ടില്ല. ഡിഗ്രി ലെവലിൻ്റെ എക്സാമുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളായിരുന്നു. ഒരുപാട് സെൻറ്ററുകൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് കാരണമാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കാതിരുന്നത്. എക്സാമൊക്കെ എല്ലാവരും കണ്ടിരിക്കുമല്ലോ, എഴുതിയിരിക്കുമല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയില്ലേ? ടഫായിരുന്നു. നമ്മൾ പൊതുവേ പറയാറുള്ള പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. ഒന്നോ രണ്ടോ സ്റ്റേജിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് കുറവായിരുന്നു. എങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഇന്നർ മീനിങ്സും ഇൻഡയറക്റ്റും ടിപ്പിക്കലി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലതവണ നമ്മൾ പല ക്ലാസ്സുകളും പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ജോഗ്രഫി, ഇക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 3 സബ്ജക്റ്റുകളും കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ക്ലാസ്സുകളും നമ്മൾ ഇട്ടിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജോഗ്രഫി, ഇക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 3 സബ്ജക്റ്റുകളാണ് കൂടുതൽ ഈ ടിപ്പിക്കലി അനലൈസിങ് രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഓരോ ടേംസുകളും ഈ എക്കണോമിക്സിലും ജോഗ്രഫിയിലും വരുന്ന ടേംസുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, ഇൻഡയറക്റ്റ് അർത്ഥങ്ങൾ, ഇന്നർ മീനിങ്സുകൾ, അതൊക്കെ ശരിക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നു മുതൽ നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും ഓർഡറായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയിരിക്കുമല്ലോ. 15 കറണ്ട് അഫയേഴ്സാണ് പൊതുവെ വന്നുള്ളതും പൊതുവെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അതുകൊണ്ട് ഇനി മുതൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ വിശദമായുള്ള ഡാറ്റകളും കൂടി പഠിച്ചാലേ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. വെറുതെ നമ്മൾ മുൻകാലങ്ങൾ പഠിക്കുന്ന പോലെ ചോദ്യം ഉത്തരം പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ പോലും ആ പഠിക്കുന്ന ചോദ്യവും ഉത്തരവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2023 മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത് ആർക്കാണ്? 2023 മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത് ആർക്കാണ്? ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത് ബൾഗേറിയൻ എഴുത്തുകാരനായ ഗോർഗി ഗുസ്പുട്ടിനോഫ് ആണ് ഈ വർഷത്തെ 2023 മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത്. മറക്കണ്ട, ഗോർഗി ഗുസ്പുട്ടിനോഫ് എന്ന ബൾഗേറിയൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത്. അത് ബൾഗേറിയൻ കൃതിയാണ്. ഇത് ആദ്യമായാണ് ഒരു ബൾഗേറിയൻ സാഹിത്യകാരന് എന്ത് കിട്ടുന്നത്? മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ നൽകുന്നത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആഞ്ചല റൊഡാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആഞ്ചല റൊഡാലാണത് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇനി മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ഓർത്തിക്കുക. യു കെ ആണ് മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ നൽകുന്നത്. യു കെയിലെ മാൻ ബുക്കർ പ്രൈസ് നമുക്കൊന്നും അറിയാലോ. മാൻ ബുക്കർ പ്രൈസ് ഉണ്ട്. മാൻ ബുക്കർ പ്രൈസ് നൽകുന്നത് ബ്രിട്ടൻ തന്നെയാണ്, അല്ലെങ്കിൽ യു കെ തന്നെയാണ്. അത് 1969. അത് എല്ലാ വർഷവും സിംബാബ്വെ, അയർലാൻഡ് ആൻഡ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ എല്ലാ ഇംഗ്ലീഷിലെ എഴുത്തുകാർക്കും കൂടി നൽകുന്നതാണ് മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. 2015 ശേഷം അത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് എല്ലാ വർഷവും നൽകുന്നു. അതാണ് മാൻ ബുക്കർ പ്രൈസ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ അരുന്ധതി റോയ്, കിരൺ ദേശായി തുടങ്ങിയ അരവിന്ദ് അടിക തുടങ്ങിയ ആളുകൾക്കെല്ലാം കിട്ടിയതാണ് മാൻ ബുക്കർ പ്രൈസ് എന്നത്. അത് 1969 നൽകി തുടങ്ങിയത്. യു കെ തന്നെയാണ് നൽകുന്നത്. ഈ മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ എന്നത് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് നൽകുന്നത്. മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ നൽകുന്നത് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് നൽകുന്നത്. 2004 മാൻ ഗ്രൂപ്പ് ഡിക്ലെയർ ചെയ്തത്. 2005 മുതലാണ് മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ നൽകി തുടങ്ങുന്നത്. ആദ്യമായി കിട്ടിയത് ഒരു ഇസ്മയിൽ ഖാദര എന്ന് പറയുന്ന വ്യക്തി. ഇസ്മയിൽ ഖാദരയ്ക്കാണ് ആദ്യമായി മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ലഭിച്ചത്. മറക്കണ്ട, മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ നൽകുന്ന രാഷ്ട്രം യു കെ ആണ്. യു കെയിലെ മാൻ ഗ്രൂപ്പാണ് എന്ന് ഓർത്തിക്കുക. ഇംഗ്ലീഷിൽ എഴുതുന്ന എല്ലാ രാഷ്ട്രങ്ങളും സാഹിത്യ കൃതികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പ്രധാനമായും ട്രാൻസ്ലേറ്റ് കൃതികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാൻ ബുക്കർ പ്രൈസിന് ഇൻ്റർനാഷണൽ നൽകുന്നത് യു കെ ആണ്. 2004 മുതലാണ് ഡിക്ലെയർ ചെയ്ത്. 2005 മുതൽ കൊടുത്തു തുടങ്ങി. ആദ്യമായി കിട്ടിയത് ഇസ്മയിൽ ഖാദരയ്ക്കാണ് എന്ന് ഓർത്തിക്കുക. 2023 നമുക്ക് കിട്ടിയവർക്ക് ആദ്യമായാണ് ബൾഗേറിയയിലേക്ക് നൽകുന്നത്. ബൾഗേറിയൻ എഴുത്തുകാരന് കിട്ടുന്നത് ഗോർഗി ഗുസ്പുട്ടിനോഫ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണെന്ന് ഓർത്തിക്കുക. ആഞ്ചല റൊഡലാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ 2023 മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ എന്ന അവാർഡുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഗോർഗി ഗുസ്പുട്ടിനോഫ് ഓർത്ത് വയ്ക്കുക, ബൾഗേറിയൻ എഴുത്തുകാരനാണ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. G7 നമുക്കറിയാലോ. G7 നേതാക്കളുടെ 49ാമത്തെ വാർഷിക സമ്മേളനം നടന്ന എവിടെയാണ്? G7
സംഘടനയുടെ G7 സംഘടനയുടെ നേതാക്കളുടെ 49ാമത് വാർഷിക സമ്മേളനം എന്ന് വെച്ചാൽ 2023 വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ഓർത്തിക്കുക, ഈ വർഷത്തെ 2023 G7 നേതാക്കളുടെ വാർഷിക സമ്മേളനം നടന്നത് ഹിരോഷിമയിലാണ്. നമുക്കറിയാം ജപ്പാനിലെ ഹിരോഷിമയിലാണ് ഈ വർഷത്തെ സമ്മേളനം നടന്നത്. ഹിരോഷിമ നമുക്കറിയാം, ഹിരോഷിമ നാഗസാക്കിയോ. ഓക്കെ, ജപ്പാനിലെ ഹിരോഷിമയിലാണ് ഈ വർഷത്തെ G7 നേതാക്കളുടെ 49ാമത്തെ വാർഷിക സമ്മേളനം നടന്നത്. ഇനി G7 നമുക്ക് നോക്കാം. G7 നമുക്കറിയാം 1975 G7 എന്ന സംഘടന രൂപം കൊണ്ടത്. 1975 G7 സംഘടന രൂപം കൊണ്ടത്. പിന്നീട് 1998 97 സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് 98 മുതലാണ് ആരതിൽ അംഗമാവുന്നത്? റഷ്യ അംഗമാകുന്നത്. അങ്ങനെയാണ് ഇത് G8 ആയിട്ട് മാറുന്നത്. G8 ആയിട്ട് മാറുന്നത് റഷ്യ കൂടിയാണ്. പിന്നീട് 2014 നമുക്കറിയാം ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്നല്ലോ. 2014 ഉക്രൈൻ യുദ്ധം. ആ യുക്രൈൻ അധിനിവേശം, റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് റഷ്യയെ G8 നിന്ന് പുറത്താക്കപ്പെടുന്നു. അങ്ങനെ G8 വീണ്ടും G7 ആയിട്ട് മാറുന്നു. ക്ലിയർ ആയിരിക്കും. ഇനി G8 അംഗങ്ങൾ ഏതൊക്കെ നോക്കാം. ബ്രിട്ടൻ, ദാറ്റ് ഈസ് UK, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. മറക്കണ്ട, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ഈ 8 രാഷ്ട്രങ്ങളാണ് G8 ഈ 8 രാഷ്ട്രങ്ങളാണ് G8 അതിൽ 2008 മുതലാണ് ഏത് കൂടിച്ചേർന്നത്? നമ്മൾ പറയുന്ന റഷ്യ കൂടിച്ചേർന്നത്. റഷ്യ 2014 പുറത്താക്കി. അപ്പോൾ ഇപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പോൾ G8 ഇല്ല, G7 ആണെന്ന കാര്യം കൂടി മറക്കണ്ട. അപ്പോൾ ഇപ്പോൾ G7 ആണ്. 1975 രൂപം കൊണ്ടത് ഓർത്തിക്കുക. G7 റഷ്യ കൂടി ചേർന്നതോടുകൂടി G8 ആയിട്ട് മാറി. റഷ്യ 2014 ഉക്രൈൻ അധിനിവേശത്തോടു കൂടി അതിനെ റഷ്യ പുറത്താക്കി. സോ G7 ആണ് ഇപ്പോൾ. രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ഇല്ല, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ, ഈ വർഷത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ജപ്പാനിലെ ഹിരോഷിമയിലാണ് നടന്നത്. ക്ലിയർ ആയി. അപ്പോൾ രണ്ടാമത്തെ ഈ കറണ്ട് അഫയേഴ്സ് ഓർത്തിക്കുക. ഇനി മൂന്നാമത്തെ നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഗവേണൻസ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ പരിപൂർണമായി ഗവേണൻസ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനം? ഏതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഗവേണൻസ്, സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ കേരളത്തെയാണ്. മറക്കണ്ട, ഈ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തെയാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ലക്ഷ്യം നമുക്ക് നോക്കാം. സാങ്കേതിക വിദ്യയെ എന്താണ്? സാങ്കേതികവിദ്യയിലൂടെ ഭരണത്തെ സുതാര്യവും കാര്യക്ഷമമായി മാറ്റുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സാങ്കേതികവിദ്യയിലൂടെ ഭരണത്തെ എന്താക്കി മാറ്റുക? സുതാര്യവും അതോടൊപ്പം വളരെ കാര്യക്ഷമവുമാക്കി മാറ്റുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ പണമടയ്ക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ, നമ്മളിപ്പോൾ ഇന്ന് ഓൺലൈൻ പണമടയ്ക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏകദേശം 800ഓളം, ഒന്നും രണ്ടല്ല, ഏകദേശം 800ഓളം സേവനങ്ങളാണ് ഓൺലൈൻ വഴി നൽകാൻ നമ്മുടെ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഓർമ്മിക്കുക, സാങ്കേതികവിദ്യയിലൂടെ ഭരണത്തെ സുതാര്യവും കാര്യക്ഷമമാക്കി മാറ്റുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓൺലൈൻ പണമടയ്ക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏകദേശം 800ഓളം സേവനങ്ങളാണ് ഓൺലൈൻ വഴി നൽകാൻ നമ്മുടെ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടക്കുന്ന കേരള IT മിഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി ഏതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? കേരളത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നാലാമത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോവാം. 2023 ലോക വേൾഡ് ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? പ്രമേയം എന്തായിരുന്നു? 2023 വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേയുടെ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഓർക്കുക, എല്ലാ വർഷവും മെയ് 22 നമ്മൾ വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ഈ വർഷത്തെ ലോക ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ പ്രമേയം ഓർക്കുക. ഇതൊരു ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനും ഉണ്ടായിരുന്നു. ജലദിനത്തിൻ്റെയോ പ്രമേയം എന്തോ ചോദിച്ചിരുന്നു. വേൾഡ് ജലദിനത്തിൻ്റെ പ്രമേയം ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തുവയ്ക്കുക. അതുപോലെ തന്നെയാണ് ഈ ചോദ്യം ഓർത്തുവയ്ക്കുക. വേൾഡ് ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തുവയ്ക്കുക. എന്താണിത്? ഫ്രം അഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ഫ്രം അഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നാണ് ഈ വർഷത്തെ ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ പ്രമേയം. മറക്കണ്ട, 2023 ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഫ്രം അഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. എല്ലാ വർഷവും മെയ് 22 എന്താചരിക്കുന്നത്? വേൾഡ് ബയോഡൈവേഴ്സിറ്റി ദിനമായി ആചരിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്?
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് അറിയാലോ. റീസെൻ്റ്ലി നമ്മുടെ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അംബേദ്കറിൻ്റെ ജന്മദിനം 132ാം ജന്മദിനം. അംബേദ്കറുടെ 132ാം ജന്മദിനം. ഇതിൻ്റെ ജന്മദിനം അറിയാലോ, ഏപ്രിൽ 14, 1891 ഏപ്രിൽ 14 അദ്ദേഹം ജന്മദിനം. അദ്ദേഹം 132ാം ജന്മദിനത്തിലാണ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ നമ്മൾ ഈ പ്രതിമ സ്ഥാപിച്ചത്. 125 അടി ഉയരമാണ്. 125 ഫീറ്റ്, 125 ഫീറ്റ്, 125 അടി ഉയരമുള്ള ഈ പ്രതിമ. ഇതാണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ ചിലവ് 146.5 കോടി രൂപ. 146.5 കോടി രൂപ ചിലവാക്കിയാണ് നമ്മൾ അംബേദ്കറുടെ ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി ആരായിരിക്കും ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്? നമുക്കറിയാലോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ്? അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിലാണ് കവാദിയ പട്ടേലിൻ്റെ പ്രതിമയെ നമുക്കറിയാം അല്ലേ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ ശില്പി ആരായിരുന്നു? അതിൻ്റെ ശില്പി നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റാം വി സുത്തറും അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ റാം സുത്തറും രണ്ട് കൂട്ടരുമാണ് ഈ അംബേദ്കർ പ്രതിമ ഡിസൈൻ. ചിലപ്പോൾ മറക്കണ്ട, അംബേദ്കർ പ്രതിമ ശില്പി എന്നുള്ളത് റാം വി സുത്തറും അദ്ദേഹത്തിൻ്റെ മകനായ അനിൽ റാം സുത്തറും കൂടിയാണ്. ഈ റാം വി സുത്തർ തന്നെയാണ് നമ്മുടെ പട്ടേൽ പ്രതിമ ആർക്കിടെക്റ്റും അദ്ദേഹം തന്നെ ഓർത്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ മറക്കണ്ട, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് തെലങ്കാനയിൽ ഹൈദരാബാദാണ്. അംബേദ്കറുടെ 132ാം ജന്മദിനത്തിലാണ് സ്ഥാപിച്ചത്. 125 അടി ഉയരമാണ്. 146.5 കോടി രൂപയാണ് ചിലവായിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന റാം വി സുത്തറാണ് അതിൻ്റെ ശില്പി എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ 5 പ്രധാനപ്പെട്ട വളരെ നല്ല എല്ലാ ഭാഗത്തും ഉൾപ്പെടുന്ന നല്ല 5 കറണ്ട് അഫയേഴ്സും അതുമായി അനുബന്ധമായുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. സോ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും